പാഠം 279. തട്ടിപ്പിന്റെ പുതിയ മുഖങ്ങൾ. ഹലോ, മോഹനകൃഷ്ണ സാറിന്റെ വീടല്ലേ? അതെ. എന്റെ പേര് ശിവരാമൻ എന്നാണ്. സാറിന് അറിയാം. എന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വിവരം അറിയും. ചെന്ന് പറഞ്ഞേക്ക്. ഹലോ, ഇതെന്താ പേടിപ്പിക്കുന്നു? ആണെന്ന് കൂട്ടിക്കോ. അങ്ങേരുടെ തരിയുടെ സ്വഭാവം കൈവച്ചാൽ മതി എന്ന് പറഞ്ഞേക്ക്. ഹലോ ഹലോ, ഭീഷണിയുള്ള ദിവസം കൂടിക്കൂടി വരുവാണല്ലോ. വന്ന് വില്ലേജ് ഓഫീസർ വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഓഫീസിൽ പോണേ. മോഹനേട്ടാ, ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു മോഹനേട്ടന്. ഇതൊരു ശിവരാമനാ. ഏത് ശിവരാമൻ? എനിക്കറിയില്ല, പക്ഷേ ആൾക്ക് മോഹനേട്ടനെ ഭയങ്കര ബഹുമാനമാണെന്ന് എനിക്ക് മനസ്സിലായി. ആയിരിക്കുമല്ലോ. ഈ കാന്തല്ലൂർ വില്ലേജിലുള്ള ഒരാൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ മോഹനകൃഷ്ണനോട് ഭയങ്കര ബഹുമാനമാണ്. ആ ഒരാൾ ആരാണ്? നീ. നിനക്ക് എന്നോട് തീരെ ബഹുമാനമില്ല. കാരണം അർഹതയുള്ളവരെ ബഹുമാനിക്കാൻ നീ പഠിച്ചിട്ടില്ല. എന്റെ കാര്യം വിട്. അത് വിട്ടു. ഈ ശിവരാമന് പക്ഷേ മോഹനേട്ടൻ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ബഹുമാനം മോഹനേട്ടനോടുണ്ട്. ഇന്ന് രാവിലെ ശിവരാമന്റെ കടലാസ് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ മോഹനേട്ടൻ വിവരം അറിയുമെന്ന് പറഞ്ഞു. അയാളെന്തോ ആവശ്യത്തിന് വില്ലേജ് ഓഫീസിൽ വന്നിട്ട് മോഹനേട്ടൻ നടത്തി കൊടുത്തില്ല എന്നും പറഞ്ഞു. ഓ, ആ ശിവരാമൻ. അവൻ കടലാസ് ശരിയാക്കാൻ വില്ലേജ് ഓഫീസിലേക്ക് വരട്ടെ. എന്താ മോഹനേട്ട പ്രശ്നം? ഈ പറയുന്ന ശിവരാമൻ ഒരു അഹങ്കാരിയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോട്, പ്രത്യേകിച്ചും വില്ലേജ് ഓഫീസറോട് എങ്ങനെ പെരുമാറണമെന്ന് അവൻ അറിയില്ല. നിങ്ങളിപ്പോ വില്ലേജ് ഓഫീസിൽ ആളുകളെ മര്യാദ പഠിപ്പിക്കുന്ന ജോലി ചെയ്യുന്നേ? മര്യാദ ഇല്ലാത്തവരെ മര്യാദ പഠിപ്പിച്ചിരിക്കും. നിനക്ക് എന്നെങ്കിലും ഏതെങ്കിലും ഒരു ആവശ്യവുമായിട്ട് വില്ലേജ് ഓഫീസിലേക്ക് ഒന്ന് വന്ന് നോക്ക്. നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചിരിക്കും. ഇതിന് തിണ്ണമെടുക്ക എന്ന് പറയും. ഏതെങ്കിലും ഒരു കേസുമായിട്ട് മോഹനേട്ടൻ കോടതിയിലേക്കൊന്ന് വന്നു നോക്ക്. മര്യാദ പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് ഞാനും കാണിച്ചു തരാം. ഞാൻ മാന്യനും സത്യസന്ധനുമായൊരു വില്ലേജ് ഓഫീസറാണ്. എനിക്ക് കോടതിയിൽ വരേണ്ട ഒരു കാര്യവുമില്ല. അവിടെ വരുന്നത് കള്ളന്മാരും കൊലപാതകങ്ങളും പിടിച്ചുപറിക്കാരുമാണ്. മാന്യനായ ഒരു വില്ലേജ് ഓഫീസറെ കോടതി കയറ്റണമെന്ന് ഒരു വക്കീൽ വിചാരിച്ചാൽ ഒരു പാടുമില്ല. എന്നെ നീ കോടതി കയറ്റാൻ പോകുന്നു. നടന്നെ. ഇന്നലെ ഓഫീസിൽ വന്ന ഈ ശിവരാമന്റെ ആവശ്യം എന്തായിരുന്നു? കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആവശ്യമായ രേഖകളൊക്കെ ഈ ശിവരാമന്റെ കയ്യിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നത്? എനിക്ക് സൗകര്യമില്ലായിരുന്നു. ഈ പറഞ്ഞതൊന്ന് എഴുതി ഒപ്പിട്ട് സീല് വെച്ച് ശിവരാമന്റെ കയ്യിൽ ഒന്ന് കൊടുത്തു നോക്ക്. വില്ലേജ് ഓഫീസർക്ക് പിന്നെ കോടതി വരാന്തി നിറങ്ങാൻ നേരം കിട്ടില്ല. കുറ്റകരമായ അനാസ്ഥ, ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തൽ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുക, അങ്ങനെ തുടങ്ങി കേസിന്റെ ബഹളമായിരിക്കും. നീ എന്നെ പേടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പേടിക്കില്ല. ഇന്നലെ ശിവരാമന് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ ശിവരാമനോ നിനക്കോ നിന്റെ ജഡ്ജിക്കോ കഴിയില്ല. ഒരു സർക്കാർ ഓഫീസിലേക്ക് വരുമ്പോ ഇത്രയും ധിക്കാരം പാടില്ല ഭാമേ. ഇന്നലെ ഞാൻ മര്യാദയ്ക്ക് വില്ലേജ് ഓഫീസിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ശിവരാമന്റെ വരവ്. സാർ, ഈ ശിവരാമൻ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. വളരെ മര്യാദക്കാരനാണ്. ശിവരാമൻ കൊണ്ടുവന്ന അപേക്ഷയെ ഞാൻ കണ്ടു. എല്ലാം കറക്റ്റാണ് സാർ. അത് തീരുമാനിക്കേണ്ട ശിശുപാലനല്ല, ഞാനാണ്. അതെ, സാറ് തീരുമാനിച്ചാൽ മതി. പിന്നെ ഈ അപേക്ഷയിലെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പോൾ അവിടെ പോയി സ്ഥലം കാണണമെന്നുണ്ടോ? അല്ല, സാറൊന്നും മനസ്സ് വെച്ചാൽ ഇപ്പൊ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ മനസ്സ് വെക്കില്ല. ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമുക്ക് 3 ദിവസം വരെ എടുക്കാം. നേരിൽ പോയി സ്ഥലം കാണുന്നതിനാണ് ആ 3 ദിവസം വെച്ചിരിക്കുന്നത്. ശിവരാമൻ ഇന്ന് അപേക്ഷ തന്നു. മറ്റന്നാൾ ഉച്ച കഴിഞ്ഞ് വന്നാൽ ശിവരാമന്റെ സർട്ടിഫിക്കറ്റ് വന്ന് കൊണ്ടുപോകാം. എന്റെ പൊന്നു സാറേ, ഈ കാര്യത്തിൽ ഇങ്ങനെ ബലം പിടിക്കുന്ന എന്തിനാ? ഞാൻ ഒരുപാട് വില്ലേജ് ഓഫീസർമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ സ്ഥലത്ത് പോയി നോക്കിയിട്ടല്ല സർട്ടിഫിക്കറ്റ് തരുന്നത്. ഓഹോ, ശരിയാവില്ല. വില്ലേജ് ഓഫീസിൽ കയറി വന്ന് വില്ലേജ് ഓഫീസറെ, അതും മോഹനേശ്വരൻ നിയമം പഠിപ്പിക്കുന്നു. ശിവരാമ, താൻ ഇതുവരെ കണ്ടതുപോലെ വില്ലേജ് ഓഫീസർ അല്ല ഞാൻ.
നിയമവും ന്യായവും വിട്ട് മോഹനകൃഷ്ണൻ ഒന്നും ചെയ്യില്ല. സാറേ, ഇവിടെ നിയമം വിട്ട് ഒന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ അപേക്ഷയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറ. അപേക്ഷയിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ശിവരാമൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിസ്തരിച്ച് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്ന് സ്ഥലവും കണ്ടതിന് ശേഷമേ സർട്ടിഫിക്കറ്റ് തരൂ. എങ്കിൽ പിന്നെ ഇപ്പൊ പോ സാർ, ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പറഞ്ഞത് രണ്ടും തെറ്റ്. ഒന്ന്, എപ്പോൾ പോകണം പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. രണ്ട്, നിങ്ങൾ കൊണ്ടുവന്ന വണ്ടിയിൽ ഞാൻ വരില്ല. ഞാൻ നടന്നേ വരൂ. സാർ, ശിവരാമന് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അത്യാവശ്യമുള്ളവർ സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല. ആദ്യം ശിവരാമൻ മര്യാദ പഠിച്ചിട്ട് വരട്ടെ. സാർ, എന്റെ പേര് പൗലോസ്. ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷയായിട്ട് വന്നതാണ്. വരൂ. പൗലോസ് എവിടെ താമസം? ഞാനിവിടെ വന്നിട്ട് 3-4 മാസേ ആയുള്ളൂ. കൃഷി ഓഫീസിന്റെ കിഴക്ക് ഭാഗത്തുള്ള 3 സെന്റ് ഭൂമി ഞാൻ വാങ്ങി. അതിലൊരു ചെറിയ വീട് വെക്കാൻ ലോൺ എടുക്കണം. ലോൺ എടുക്കണമെങ്കിൽ ഇവിടുന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അത് ശരിയാണ്. പൗലോസ് 3 മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമി പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ? സർ, പോക്കുവരവിന് ഞാനല്ല വന്നത്. എന്റെ വീടിനടുത്തുള്ള ടൈലർ സോമന. അവൻ കൊണ്ടുവന്ന് പോക്കുവരവ് ചെയ്ത് കരമടച്ചിട്ടുണ്ട് സർ. രസീതൊക്കെ ഇതിലുണ്ട് സർ. അന്നെനിക്ക് വരാൻ പറ്റിയില്ല. കാലിന്റെ അവസ്ഥ കണ്ടില്ലേ സർ? വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ വടികുത്തി നടക്കാനും പാടാ. ഓട്ടോ വിളിച്ച അതൊരു ചെലവല്ലേ സർ? ഒരു വീട് തട്ടിക്കൂട്ടാൻ പാടുപെടുന്നതിനിടയിൽ ആ കാശ് കളയാൻ പാടുണ്ടോ സർ? അതുകൊണ്ടാണ് സർ അന്ന് ഞാൻ സോമനെ വിട്ടത്. എങ്കിൽ പിന്നെ ഇന്നും സോമൻ വിട്ടാ മതിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞതാണ് സർ. അപ്പോൾ അവൻ 25 രൂപ കമ്മീഷൻ എന്നോട് ചോദിച്ചു. അങ്ങനെ 25 രൂപ കളയുന്നതിലും നല്ലത് ഈ വടി കുത്തി നടന്നിട്ടായാലും ഞാൻ തന്നെ വരുന്നല്ലേ സർ. അതുകൊണ്ട് വന്നതാ സർ. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഒരു നല്ല മനുഷ്യനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റ വരവിന് കാര്യം സാധിക്കാന്ന് കരുതി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ശിശുപാല, ഈ കടലാസുകൾ നോക്ക്. നമുക്ക് ഇന്ന് തന്നെ പോയി പൗലോസിന്റെ സ്ഥലം നോക്കാം. നാളെ രാവിലെ 10 മണിക്ക് പൗലോസിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. അപ്പൊ എന്റെ കാര്യവും അത് എനിക്ക് മനസ്സുള്ളപ്പോ നോക്കും. താൻ ഒരുപാട് വില്ലേജ് ഓഫീസർമാരെ കണ്ടിട്ടുള്ളതല്ലേ? പക്ഷെ ഈ പൗലോസ് ഒരുപാട് വില്ലേജ് ഓഫീസർമാരെ കണ്ടിട്ടില്ല. അല്ല സാർ, പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ 3 ദിവസം എടുക്കാമല്ലോ. പിന്നെ എന്തിനാ സാർ ഈ ധൃതി? 3 ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ 3 ദിവസം കൊണ്ട് കൊടുക്കാവൂ എന്നില്ല. അപേക്ഷ കിട്ടി 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്ന് വ്യവസ്ഥയുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞാലും അതിന്റെ പേരിൽ എന്നെ മൂക്കി വലിച്ചു കയറ്റാനൊന്നും പോകുന്നില്ല ശിവരാമൻ. എടീ, ഒരു ആധാരം എടുത്ത് വായിച്ചു നോക്കിയാൽ ഉടക്കിടാൻ പറ്റുന്ന 1000 കാര്യങ്ങൾ കാണും. പിന്നീട് ശിവരാമൻ തലയൂരുമായിരിക്കും. പക്ഷേ ഒരു വില്ലേജ് ഓഫീസർ പിണക്കിയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഒരു കാര്യം സാധിച്ചു കൊണ്ടുപോയ ചരിത്രമുണ്ടോ? ഇല്ല. ഈ കാര്യത്തിലാണെങ്കിൽ എനിക്ക് കുറ്റബോധവുമില്ല. കാരണം വികലാംഗനായ പൗലോസിന്റെ അപേക്ഷയാണ് ആദ്യം പരിഗണിക്കേണ്ടതെന്ന് എന്റെ മനസാക്ഷി പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസാക്ഷിക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. മോഹനേട്ടൻ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. മോഹനേട്ടൻ ചെയ്താണ് അതിന് ശരി. വികലാംഗനായ ഒരു മനുഷ്യന് എവിടെയും മാന്യമായ പരിഗണന കിട്ടണം. പക്ഷേ അത് ശിവരാമനൊന്നും പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാണല്ലോ ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അയാൾ പറയുകയാണ് അയാൾ ഒരുപാട് വില്ലേജ് ഓഫീസർമാരെ കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ആ വില്ലേജ് ഓഫീസർമാരുടെ അടുത്ത് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊള്ളാൻ ഞാനും പറഞ്ഞു. അത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അയാൾ പറഞ്ഞതാവും. മോഹനയുടെ ദേഷ്യം വരുമ്പോ മോഹനൻ അതൊക്കെ പറയുന്നു. അതുപോലെ കൂട്ടിയാൽ മതി ഇതും. അതുപോലെ കൂട്ടിയാൽ പോരാ. ഒരു സർക്കാർ ഓഫീസിൽ കയറി വന്ന് അവിടെ ജോലി ചെയ്യുന്ന സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വിരട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വകവെച്ചു കൊടുക്കാൻ പറ്റില്ല ഭാമേ. അത് ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറയുമ്പോ ഇവർക്കൊക്കെ പുച്ഛമാണ്. ആ പുച്ഛം ഞാൻ മാറ്റി കൊടുക്കാം. ശിവരാമൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരും.
ഇത് മോശമാണ് മോഹനേട്ടാ. ശരിയായ രേഖകളുമായി വരുന്ന ഒരാളോട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തിവൈരാഗ്യം കൊണ്ട് മോശമായിട്ട് പെരുമാറുന്ന പോലെ ആവും ഇത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൗലോസിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ശിവരാമന് കൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷെ മോഹനേട്ടാ, ഭാമേ, വേണ്ട. ഇത് സർക്കാർ കാര്യമാണ്. സർക്കാർ കാര്യത്തിൽ പുറമേ നിന്നുള്ള താല്പര്യങ്ങളൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ സർക്കാർ കാര്യങ്ങളെ കുറിച്ച് ഒരു വെറും വൈക്കോലായ നിനക്ക് എന്തറിയാം? കഷ്ടം. മോഹനേട്ടാ, ഇത് സർക്കാർ കാര്യമാണെന്ന് സമ്മതിച്ചു. സർക്കാർ ഓഫീസിൽ വരുന്നവർക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഓഫീസർ തന്നെയാണ്. അതെ. പക്ഷേ അങ്ങനെ വില്ലേജ് ഓഫീസർ തോന്നുന്നത് പോലെ പെരുമാറുന്നതിന്റെ പേരിൽ നാട്ടുകാർ വില്ലേജ് ഓഫീസറെ എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നത് വില്ലേജ് ഓഫീസറുടെ ഭാര്യയാണ്. അതുകൊണ്ട് എനിക്കിത് സർക്കാർ കാര്യം മാത്രമല്ല, കുടുംബകാര്യം കൂടിയാണ്. എന്നെ എടുത്തിട്ടിടിക്കാൻ ധൈര്യമുള്ള ഒരു ശവരാമനും ഇപ്പൊ ഈ നാട്ടിലില്ല. എന്റെ മോഹനേട്ടാ, ഒരാൾക്ക് ഒരാൾ ഇടിക്കാൻ പോയിട്ട് കൊല്ലാൻ പോലും ബുദ്ധിമുട്ടില്ല. വെറുതെ എന്താണ് ഈ ശത്രുക്കളെ സമ്പാദിക്കാൻ നിൽക്കണേ? ഈ കേസിലാണെങ്കിൽ ശിവരാമന്റെ അപേക്ഷ കറക്റ്റ് ആണ് താനും. അവന്റെ നാവ് കറക്റ്റ് അല്ല. അത് ശരിയാക്കാൻ മോഹനേട്ടൻ ENT ആണോ? അല്ലല്ലോ, വില്ലേജ് ഓഫീസർ അല്ലേ? നാളെ ശിവരാമന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷേ എന്റെ വീട്ടിലെ ഫോണിൽ വിളിച്ച് നിന്നോട് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ജന്മത്തവൻ ആ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കില്ല. കളി വില്ലേജ് ഓഫീസറോടോ? എന്നെ അവൻ അറിയില്ല. മോഹനേട്ടാ, ഞാൻ ഇറങ്ങുന്നു. ശിവരാമനല്ലേ വരുന്നത്? ഇപ്പൊ ഈ വഴിക്ക് വരുന്നത് എന്നെ അന്വേഷിച്ച് തന്നെയാവും. അപ്പൊ ഫോണിലൂടെ ഉള്ളവരുടെ ചുമ്മാതായിരുന്നില്ല. തൽക്കാലം പിടികൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആഫീസിലെത്തിട്ടാണെങ്കിൽ സഹായത്തിന് ആണെങ്കിലും ഉണ്ടാവും. എന്നെ കണ്ടോ എന്തോ? ഹലോ, ഞാനല്ല. അതെ ശിവരാമനാണ്. അത് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് രണ്ടാലെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ കാര്യം നടക്കണ്ടേ? ആ വില്ലേജ് ഓഫീസിലും പോകുന്നുണ്ട്. അത് 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശരി, ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. മോഹനേട്ടന് ശിവരാമൻ അറിയില്ല. നീ വേഷം കിട്ടും ഒരു വില്ലേജ് ഓഫീസിലേക്ക് വാ. അത് ഒരു സർക്കാർ ഓഫീസാണ്. നിന്റെ ഒരു വിളച്ചിലും അവിടെ നടക്കില്ല. അഹങ്കാരി. ഈശ്വര, ഞാനെന്തായി കാണുന്നേ? സാറേ, ഞാൻ പൗലോസ്. ഇന്ന് രാവിലെ വന്ന എന്റെ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. മോഹനകൃഷ്ണൻ സാർ വന്നാലേ ഒപ്പിടാൻ പറ്റൂ. ഒറ്റ കാര്യേ ഉള്ളൂങ്കിൽ എന്താ? ഒറ്റ ദിവസം കൊണ്ട് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചില്ലേ? താൻ പുറത്തേക്ക്. സാർ വരുമ്പോ വിളിക്കാം. ഓ ശരി സാർ. നമസ്കാരം. നമസ്കാരം സാർ. പൗലോസ് എപ്പോ വന്നു? കുറച്ചു നേരമായി സാർ. ഇന്ന് രാവിലെ വന്ന സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നു. കാഞ്ചനയോടും സ്വയംപ്രഭയോടും സംസാരിച്ചോ? ഉവ്വ് സാർ. സാറ് വന്ന സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞു. നന്നായി. ഇപ്പൊ പൗലോസിന് മനസ്സിലായോ ഞങ്ങൾ റവന്യൂ വകുപ്പിലെ ജീവനക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരാണെന്ന്? ഈ വകുപ്പിലെ എല്ലാവരും അല്ല സാർ. സാർ ഇവിടെ ഉണ്ടായതുകൊണ്ടാണല്ലോ അവരെന്റെ കാര്യം കൃത്യമായിട്ട് ചെയ്തത്. സത്യം പറയാലോ സാർ, എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. എന്നെ പോലൊരു ഹതഭാഗ്യന്റെ ഗതികേട് കണ്ടിട്ട്
മറ്റെല്ലാം മാറ്റിവെച്ച് സാറ് ഇന്നലെ സ്ഥലം കാണാൻ വന്നില്ലേ? ഇപ്പതാ സാറ് സർട്ടിഫിക്കറ്റും തരാൻ പോകുന്നു. സാറിന് ദൈവം അനുഗ്രഹിക്കും. അപ്പോ പൗലോസ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ദാ, ഇവിടെ ഇരുന്നോളൂ. സൂക്ഷിച്ച്. ഞാൻ വിളിക്കാം. ശിശുപാല, ശിവരാമന്റെ ഫോൺ നമ്പർ ശിശുപാലിന് അറിയാമോ? അറിയാമായിരിക്കുമല്ലോ. ശിശുപാലിന്റെ അടുത്ത സുഹൃത്തല്ലേ ശിവരാമൻ? അറിയാം സാർ. അയാളെ വിളിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്താൻ പറയണം. അയാൾ വരുമ്പോ എന്നെ വിളിക്കണം. മനസ്സിലായോ? മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായി സാർ. ആ, ശരി. ആ ശിവരാമ, ഞാനാ ശിശുപാലൻ. എന്താ സാറേ? നിന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ മോഹനേഷ് സാർ പറഞ്ഞു. എന്താ കാര്യം? അതൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് വരാൻ പറയണമെന്ന് പറഞ്ഞു. സാറ് കുറച്ച് ചൂടിലാണെന്ന് തോന്നുന്നു. പ്രശ്നമാണോ? നീ വാ ശിവരാമ, ഏതായാലും വരാതെ പറ്റില്ലല്ലോ. പെട്ടെന്നാണെങ്കിലും ഇല്ലെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ? ഞാൻ വരാം. സാർ, ശിവരാമൻ വന്നിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് എത്തിയോ? സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? അവൻ എൻ്റെ ഒരു കൂട്ടുകാരനാ, അതുകൊണ്ടാ. കൂട്ടൊക്കെ വില്ലേജ് ഓഫീസിന് പുറത്ത്. ഇത് സർക്കാർ കാര്യങ്ങൾ മാത്രം നടത്തുന്ന ഒരു ഓഫീസാണ്. ശിശുപാലൻ വരൂ. നമസ്കാരം ശിവരാമ. നമസ്കാരം സാർ. ഒരു സർക്കാർ ഓഫീസിനെ പറ്റി ശിവരാമൻ എന്താണ് കരുതിയിരിക്കുന്നത്? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി എങ്ങനെ ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും ഒക്കെ സർക്കാർ ഞങ്ങളെ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ നിങ്ങളെപ്പോലവരുടെ കാശ് വാങ്ങിയോ വിരട്ട് കേട്ടോ ജോലി ചെയ്യുന്നവരല്ല ഞങ്ങൾ. പ്രത്യേകിച്ചും ഇവിടത്തെ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ. സാറെന്താ പറഞ്ഞു വരുന്നത്? ഇന്ന് രാവിലെ ശിവരാമൻ എന്റെ വീട്ടിലെ ഫോണിൽ വിളിച്ചിരുന്നു. വിളിച്ചു സാർ. എന്റെ ഭാര്യയാണ് എടുത്തത്. അവരെ ശിവരാമൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഭീഷണിപ്പെടുത്തില്ല സാർ. ഞാൻ വിവരമറിയും എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. പക്ഷേ സാർ ഉദ്ദേശിച്ചത്? താൻ എന്തുദ്ദേശിച്ചാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഇങ്ങനെ ഒരു വിരട്ട് കൊണ്ട് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ പേടിക്കും എന്ന് കരുതിയത് തെറ്റ്. സാറേ, ഞാൻ തഹസീൽദാരുടെ അടുത്ത് പരാതിപ്പെടുക എന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയി. ക്ഷമിക്കണം സാർ. ഇതാണ് ശിവരാമന്റെ കുഴപ്പം. ഉദ്ദേശിക്കുന്നത് ഒന്ന്, പറയുന്നത് വേറൊന്ന്, കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നത് മറ്റൊന്ന്. അതുകൊണ്ടാണല്ലോ ഇന്നലെ ശിവരാമൻ പറഞ്ഞത് ഒരുപാട് വില്ലേജ് ഓഫീസർമാരെ കണ്ടിട്ടുണ്ട് എന്ന്. സാറേ, ശിവരാമൻ പണ്ടേ അങ്ങനെയാ, എടുത്തടിച്ച് ഓരോന്ന് പറയും. കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്നെന്ന് ചിന്തിക്കില്ല. ഇതായവന്റെ കുഴപ്പം. ഇത് ഇന്നലെ ശിശുപാലനോട് പറഞ്ഞതാ. പക്ഷേ അതൊരു ന്യായമല്ല ശിശുപാല. നമ്മൾ എന്തു പറയുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകാവൂ. അതൊക്കെ നിങ്ങൾ ഈ പൗലോസിനെ കണ്ടു പഠിക്കണം. ഇന്നലെ ഇവിടെ വന്ന് പൗലോസ് ഇയാളുടെ ദയനീയാവസ്ഥ പറഞ്ഞപ്പോ പൗലോസ് എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണല്ലോ ഇന്നലെ ഇയാളുടെ ഭൂമി നോക്കാൻ ഞാൻ പോയത്. ഇന്നലെ പൗലോസ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇന്ന് ഞാൻ കണ്ടൊരു കാഴ്ച മാത്രം എനിക്ക് മനസ്സിലായില്ല. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസിനോട് ഒരു 10 മിനിറ്റ് ഞാനിവിടെ ഇരിക്കാൻ പറഞ്ഞത്. അയ്യോ സാറിന്റെ വടി എന്തിന്? അപ്പൊ പൗലോസിന്റെ കാലിന് കുഴപ്പമില്ലേ? ശിശുപാല, ദൈവം എന്റെ കൂടെയാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. വരുന്ന വഴിക്ക് ശിവരാമനെ കണ്ടപ്പോ വഴിയരികിൽ വെച്ചൊരു പ്രശ്നമുണ്ടാക്കണ്ട എന്ന് കരുതി ഞാനൊന്ന് ഒളിച്ചിരുന്നു. ശിവരാമൻ പോയ പാടെ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഈശ്വര, ഞാൻ എന്തായി കാണുന്നത്?
മോനെ പൗലോസേ, ഓ നീ വടിയും കറക്കി ഇങ്ങോട്ട് പോരുന്നത് കണ്ടിട്ടാണ് ഞാൻ പിന്നാലെ വന്നത്. ഇവിടെ വന്ന് നിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി ചന്ദന സാറിനെ വിളിച്ച് ഞാൻ കാര്യം അന്വേഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് നീ ഒരു ഭൂലോക തട്ടിപ്പുകാരനാണ്. നിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉടനെ കിട്ടും. നോക്കിയിരുന്നോ നീ? ശിശുപാല, ശിവരാമന്റെ സ്ഥലം നമ്മൾ ഇപ്പൊ തന്നെ പോയി നോക്കുന്നു. ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ശരി സാർ. വലിയ ഉപകാരം സാർ. നന്ദിയൊന്നും പറയണ്ട. ആളുകളോട് സംസാരിക്കുമ്പോ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കാൻ പഠിക്കണം. നിന്റെ ഒരു വടി എന്റെ ജീവൻ. ഇങ്ങോട്ട് വാ. ആ, എനിക്ക് ഇടി കിട്ടിയാലും വേണ്ടില്ല, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. സാറ് പറഞ്ഞ കേട്ടല്ലോ, കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. സാറ് പറഞ്ഞതാ, പൊയ്ക്കോ. ശിശുപാല സാറേ, അപ്പൊ എന്റെ കാര്യം? ഈ അടുത്ത കാലത്തൊന്നും നോക്കണ്ട, പോയിട്ടേ ഒരു 2 ആഴ്ച കഴിഞ്ഞു വാ. എന്നാലും നിന്നെ കണ്ടാ പറയില്ല ഒരു തട്ടിപ്പുകാരനാണെന്ന്. എല്ലാരെയും പറ്റിക്കും പോലെ മോഹനേഷ് സാറിനെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ആളുകളോട് അനുകമ്പ കാണിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അവർക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് നോക്കണമെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് മോഹനേട്ടനോട്. മോഹനേട്ടൻ ഒരു പാവമാണെന്നും ആരുടെയെങ്കിലും കഷ്ടപ്പാടുകൾ കണ്ടാൽ മനസ്സിളകുമെന്നും നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഈ പൗലോസ്. അതുകൊണ്ട് പൗലോസ് ഒരു നാടകം കളിച്ചു. മോഹനേട്ടൻ ഡിം അതിൽ വീഴുകയും ചെയ്തു. ശിവരാമനോ അല്പം എടുത്തുചാട്ടക്കാരനാണ്. പറഞ്ഞു വരുമ്പോ മോഹനേട്ടനെ പോലെ തന്നെ കയ്യിലുള്ള രേഖകൾ ശരിയാണെന്നും തനിക്ക് സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടെന്നും അറിയാവുന്നത് കൊണ്ട് അയാൾ ഇത്തിരി അധികാരം കാണിച്ചു. അല്ലെങ്കിൽ മോഹനേട്ടൻ പറയാറില്ലേ, പറയുന്നത് സത്യമാണെങ്കിൽ അത് ഉറക്കെ പറയാമെന്ന്? അത് ശിവരാമന് ബാധകമാണ്. ആദ്യം ഒരു അബദ്ധം പറ്റിയെങ്കിലും ഞാനത് പരിഹരിച്ചല്ലോ. എന്നെ പറ്റിച്ച പൗലോസിനെ ഈശ്വരനായിട്ട് എന്റെ മുമ്പ് തന്നെ കൊണ്ടുവന്ന് നിർത്തിയില്ലേ? അങ്ങനെ ഇരിക്കും വില്ലേജ് ഓഫീസറോട് കളിച്ച. അത് പിന്നെ ദൈവത്തിന് അറിഞ്ഞൂടെ ഈ വില്ലേജ് ഓഫീസർ ഒരു പാവമാണ്, മാന്യനാണ്, സത്യസന്ധനാണെന്നൊക്കെ? അങ്ങനെയുള്ള മോഹനേട്ടന് ഒരബദ്ധം പറ്റാതെ നോക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? അതുകൊട്ടെ, പൗലോസിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായി? അവൻ അത് വാങ്ങണമെങ്കിൽ കുറച്ച് പാടുപെടും. ഇനി മേലിൽ ഇമാതിരി പണി ആരോട് കാണിക്കാൻ പാടില്ല. അപ്പൊ എന്റെ വില്ലേജ് ഓഫീസർ വീണ്ടും പുലിയാണെന്ന് തെളിയിച്ചു. തെളിയിക്കാൻ പറ്റും. അവര് പുലിയാണല്ലോ. വെറും പുലിയല്ല, ഒരു സിംഹമല്ലേ, സിംഹം. ഇത് സിനിമയുടെ ഡയലോഗ് അല്ലേ? ആണോ? ചിലപ്പോ ആയിരിക്കും. മോഹനകൃഷ്ണൻ സാധുവായിരിക്കും, എടുത്തുചാട്ടക്കാരനായിരിക്കും, അന്യരുടെ വേദനയിൽ ദുഃഖിക്കുന്ന ആളുമായിരിക്കും. പക്ഷേ ആ മനുഷ്യത്വത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ അവസ്ഥ എന്താവുമെന്ന് പൗലോസിന്റെ അനുഭവത്തിൽ നിന്നും പഠിച്ചല്ലോ. വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും പുതിയ സാഹസങ്ങളുടെ കഥയുമായി കാര്യം നിസാരം തുടരുന്നു.